ഹലോ മക്കളെ, ദിസ് ഇസ് എൻ ജി ഫ്രം മാർക്കനെക്സ്. സോ നിങ്ങൾ കാത്തിരുന്ന ആയുർവേദയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ ആദ്യ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റുകളാണ് ആദ്യം നടക്കാൻ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ആണ് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ കേരളയുടെ അലോട്ട്മെന്റ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ത് അലോട്ട്മെന്റ് ആണ്, അതിന്റെ രജിസ്ട്രേഷൻ ഫീ എന്താണ്, ഇതിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, അവിടെ പോയി ജോയിൻ ചെയ്താൽ സീറ്റ് എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ ഫ്രീ എക്സിറ്റ് ഉണ്ടോ, റൗണ്ട് 1ന്റെ മുഴുവൻ പ്രത്യേകതകളും മിസ് പറഞ്ഞു തരും. അപ്പൊ ആദ്യം സ്കെഡ്യൂൾ ആണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ സ്കെഡ്യൂൾ കണ്ടിരിക്കും. അപ്പൊ സ്കെഡ്യൂൾ പറയുന്നതിന് മുൻപ് ആരൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകേണ്ടവരാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. കാരണം എല്ലാവർക്കും ഇതിന്റെ സ്കെഡ്യൂൾ അറിയണമെന്ന് ആവശ്യമില്ല. ഇതിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്രം ഇതിന്റെ സ്കെഡ്യൂളും രജിസ്ട്രേഷൻ ഫീയും കണ്ടാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ ഇത് മൊത്തം കേട്ടതിന് ശേഷം ബാക്കി കാണണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോന്റെ ബാക്കി കണ്ടാൽ മതി, അല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട. ഓക്കെ, അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ആയുർവേദയ്ക്കും സിദ്ധയ്ക്കും യുനാനിക്കും ഹോമിയോപ്പതിക്കും ഒക്കെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലെയും ഗവൺമെന്റ് സീറ്റുകളിൽ പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അതേപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട അപ്ലൈ ചെയ്തില്ലേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് MBBS BDS സീറ്റുകളിലേക്ക്, അതേപോലെ തന്നെയാണ് ഇത്. ആയുർവേദയും സിദ്ധയും യുനാനിയും ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണെന്ന് മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിലേക്ക് പോകണമെങ്കിൽ മാത്രം നിങ്ങൾ സ്കെഡ്യൂളും രജിസ്ട്രേഷൻ ഫീയും റൗണ്ട് 1ന്റെ പ്രത്യേകതകളും കാണുക. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എവിടേക്കൊക്കെയുള്ള അലോട്ട്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, 50% ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ഓഫ് ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറീസിലെയും ഗവൺമെന്റ് കോളേജുകളിലെ ഹോമിയോയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ആയുർവേദയുടെയും ഒക്കെ ആ ഗവൺമെന്റ് കോളേജുകളിലും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെയും 100% സീറ്റിന്റെ 15% മാറ്റി വെച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ്. അവിടേക്ക് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക ഈ ഒരു അലോട്ട്മെന്റിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഒരു വളരെ വലിയൊരു അവസരമാണ് അവിടേക്ക് ജോയിൻ ചെയ്യാൻ. അതേപോലെ തന്നെ UPയിലെ വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ 100% ആയുർവേദയുടെ സീറ്റുകൾ BAMSന്റെ സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ അലോട്ട്മെന്റിലൂടെയാണ്. ദെൻ ഗുജറാത്തിലെ ITRAയിലെ 100% BAMS സീറ്റ്, ITRA എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദയാണ്. ഇനി പറയുന്ന കുറച്ചിടങ്ങളിൽ നോമിനേറ്റഡ് സീറ്റുകളുണ്ട്, അത് ഒഴികെയുള്ള സീറ്റുകളാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കണേ. യെസ്. അതേപോലെ രാജസ്ഥാനിലെ NIAയിലെ 100% ആയുർവേദ സീറ്റുകൾ BAMSന്റെ സീറ്റുകൾ. ഇപ്പോൾ NIT ഇല്ലേ, കാലിക്കട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതേപോലെ ആയുർവേദയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. അവിടേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പോകാൻ ഒരു അവസരമാണിത്. പഞ്ച്കുളയിലെ NIA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ 100% ആയുർവേദ സീറ്റുകൾ BAMS സീറ്റുകൾ. വെസ്റ്റ് ബംഗാളിലെ NIH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയാണ്. അവിടുത്തെ 100% BHMS ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതിയുടെ സീറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ എല്ലാ ഡീംഡ് യൂണിവേഴ്സിറ്റീസും, നമ്മളിപ്പോൾ കേരളത്തിൽ അമൃത പോലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തില്ലേ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി, അതേപോലെ ഡീംഡ് ക്യാമ്പസുകളിൽ ആയുർവേദവും സിദ്ധയും യുനാനിയും ഹോമിയോപ്പതിയും ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ നിങ്ങൾ അപേക്ഷിച്ചേ മതിയാകൂ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ മതിയാകൂ. ദെൻ ചെന്നൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധയുണ്ട്, സിദ്ധ പഠിപ്പിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടുത്തെ 100% BSMS ബാച്ചിലർ ഓഫ് സിദ്ധയുടെ സീറ്റുകളും ഇതുവഴിയാണ് നടക്കുക. അതേപോലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയിലെ, ഇപ്പൊ നമ്മുടെ എയിംസ് ഇല്ലേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതേപോലെ ആയുർവേദയുടെയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോവയിലാണ്. അവിടുത്തെ 50% BAMS സീറ്റുകളും ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് ഫില്ല് ചെയ്യപ്പെടുക. UPയിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടുത്തെ BUMSന്റെ 50% സീറ്റുകളും ഈ ഒരു അലോട്ട്മെന്റിലൂടെയാണ്. മേഘാലയയിലെ ഷില്ലോങ്ങിലെ BAMSന്റെയും BHMSന്റെയും 50% സീറ്റുകൾ എവിടുത്തെ നോർത്ത് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതിയാണ്. അവിടുത്തെ 50% ആയുർവേദ ഹോമിയോ സീറ്റുകൾ ഇതിലൂടെയാണ് ഫില്ല് ചെയ്യപ്പെടുക. ദെൻ ഗുജറാത്തിലെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് BPharmന്റെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ആയുർവേദാണ്, BPharm ആയുർവേദയുടെ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഈ അലോട്ട്മെന്റിൽ
പങ്കെടുത്താൽ എവിടേക്കൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എല്ലാ ഗവൺമെന്റ് കോളേജുകളുടെയും ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി കോളേജുകളുടെ 15% സീറ്റുകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് സീറ്റുകളിൽ പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ വലിയൊരു അവസരമാണ്. ഇനി ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കാണുക. ഓക്കെ, ബാക്കിയുള്ളവർ വെറുതെ സമയം കളയണമെന്ന് വിചാരിച്ചിട്ടാണ്. രജിസ്ട്രേഷന്റെ സ്കെഡ്യൂൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 22 മുതൽ ആരംഭിച്ചു അല്ലെ, 22 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് രജിസ്ട്രേഷൻ ഉള്ള ടൈം. ആദ്യ സ്കെഡ്യൂൾ പ്രകാരം 2 മണി വരെയാണ് സമയമുള്ളത്. ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കുക 26 ഓഗസ്റ്റിനാണ്. 26ന് ചോയ്സ് ഫില്ലിംഗ് ഉള്ളൂ. രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ചോയ്സ് ഫില്ലിംഗ് 26 മുതലാണ്. സെപ്റ്റംബർ 1 വരെയാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള സമയം. അതേ ദിവസം സെപ്റ്റംബർ 1 2 മണി വരെ, 2 മണി മുതൽ 11:55 PM വരെ ചോയ്സ് ലോക്കിംഗ് നടത്താം. അതേ ദിവസം സെപ്റ്റംബർ 1 എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ആദ്യം വന്നിരിക്കുന്ന സ്കെഡ്യൂൾ എന്തായാലും ഇതാണ്. ഓക്കെ, അടുത്തത് അലോട്ട്മെന്റ് നടക്കുക സെപ്റ്റംബർ 2-നും 3-നും ഒക്കെയാണ്. അങ്ങനെ സെപ്റ്റംബർ 4 നിങ്ങളുടെ ആദ്യ അലോട്ട്മെന്റ് വരും. 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക സെപ്റ്റംബർ 17-നാണ്. സെക്കൻഡ് റൗണ്ടിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ചോയ്സ് ഫില്ലിംഗ് സെപ്റ്റംബർ 18 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റൗണ്ട് 2-നെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം ചിലപ്പോൾ സ്കെഡ്യൂള് എന്ത് ചെയ്യാം, നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആകുമ്പോൾ ഓൾ ഇന്ത്യയുടെ ഒക്കെ സ്കെഡ്യൂൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും സീറ്റ് വേണമെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ സെപ്റ്റംബർ 1-ന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കാനാവില്ല. കാരണം നമുക്കറിയില്ല, അത് ചെയ്യാതിരിക്കാം. അതൊക്കെ അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതൊന്നും പ്രതീക്ഷിച്ചിരിക്കരുത്. അപ്പൊ നമ്മുടെ അവസരം സെപ്റ്റംബർ 1 വരെയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഇപ്പൊ എന്ത് നോക്കണ്ട, റൗണ്ട് 2-ന്റെയും 3-ന്റെയും ഡേറ്റ് ഒന്നും തൽക്കാലം ഇപ്പൊ നമ്മൾ നോക്കണ്ട. എല്ലാ സ്കെഡ്യൂളും തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത് ആവശ്യമില്ല. ആദ്യം റൗണ്ട് 1 മാത്രം അറിഞ്ഞിരിക്കുക എന്നാണ്. 26 മുതലാണ് ചോയ്സ് ഫില്ലിംഗ്. 22 മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 1 വരെയാണ് നിങ്ങൾക്ക് അവസരമുള്ളത്. അങ്ങനെ റൗണ്ട് 2 ഉണ്ട്, റൗണ്ട് 3 ഉണ്ട്. റൗണ്ട് 3ക്ക് ശേഷം സ്ട്രേ വേക്കൻസി റൗണ്ട്, സ്ട്രേ വേക്കൻസി 1-ഉം സ്ട്രേ വേക്കൻസി റൗണ്ട് 2-ഉം ഉണ്ട്. അങ്ങനെ നവംബർ 25 നമുക്ക് തന്നിരിക്കുന്ന അവസാന ഡേറ്റ് റിപ്പോർട്ട് ചെയ്യാനുള്ള, അതായത് ലാസ്റ്റ് അലോട്ട്മെന്റ് എൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 19 നവംബർ തൊട്ട് 25 നവംബർ വരെയാണ് അഡ്മിഷനുള്ള ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ടേക്കൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, അപ്പോൾ എന്തായാലും നവംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അലോട്ട്മെന്റ് പ്രോസസ് ആണ് നമ്മളുടെ മുന്നിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഇനി രജിസ്ട്രേഷൻ ഫീ ഒന്ന് പറയാം. രജിസ്ട്രേഷൻ ഫീസ് ഓൾ ഇന്ത്യ കോട്ടയിലേക്കും അതേപോലെ ഞാൻ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഇല്ലേ, ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അതിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ജനറൽ കാറ്റഗറിക്കും EWS ഇക്കണോമിക്കലി വീക്കർ സെഷനും OBC NCLനും 1000 രൂപയാണ് വരുന്നത് രജിസ്ട്രേഷൻ ഫീ ആയിട്ട്. SC ST PWD കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ ഏത് കാറ്റഗറി ആണെങ്കിലും 5000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ട്. രണ്ടും നിങ്ങൾ അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീയും അടയ്ക്കണം, സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആണ്. അലോട്ട്മെന്റ് ഒന്നും ലഭിച്ചില്ലെങ്കിൽ അവസാന ഘട്ടം കഴിയുമ്പോൾ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അത് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ്. അത് എത്രയാണെന്ന് നോക്കാം. ഓൾ ഇന്ത്യ കോട്ടയിലേക്കും അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഒക്കെ അടയ്ക്കണമെങ്കിൽ എല്ലാത്തിനും ഒറ്റ രജിസ്ട്രേഷനേ ആവശ്യമുള്ളൂ. എല്ലാവരും അടയ്ക്കേണ്ടത് 20,000 രൂപ. അവിടെ കാറ്റഗറി വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും 20,000 രൂപ വെച്ച് അടയ്ക്കണം. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ എല്ലാ കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസും 50,000 രൂപ വെച്ച് അടയ്ക്കണം. അപ്പൊ നമ്മൾ ഡീംഡ് പോകാൻ നമുക്ക് താല്പര്യമില്ല, പ്രൈവറ്റ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഗവൺമെന്റ് മാത്രം മതിയെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്? 20,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 1000 രൂപ ജനറൽ കാറ്റഗറിയിലെ കുട്ടികളും EWS കുട്ടികളും OBC NCL കുട്ടികളും അടയ്ക്കേണ്ടത്. 20,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 1000 രൂപ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീയും ചേർത്ത് 21,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലോ 20,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 500 രൂപ രജിസ്ട്രേഷൻ ഫീയും ചേർത്ത് 20,500 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ മക്കളെ, ഇന്ന് റൗണ്ട് 1ന്റെ പ്രത്യേകത ഈ കാണുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത്. AACC.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അലോട്ട്മെന്റിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കും. റൗണ്ട് 1ന്റെ രജിസ്ട്രേഷൻ, പേയ്മെന്റ്, ചോയ്സ് ഫില്ലിംഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് MBBSന്റെയും BDSന്റെയും ചെയ്തവരാണ് നിങ്ങൾ.
നിങ്ങൾക്ക് ഇനി ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. യെസ്, രജിസ്ട്രേഷൻ നടത്തണം, ഈ ഒരു ഫീസ് അടച്ച് പേയ്മെന്റിന് ശേഷം നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് തുടങ്ങാം. 26 നമ്മുടെ ഡേറ്റ്, അന്ന് തൊട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്താം. ഇനി അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീ എക്സിറ്റ് നടത്താം. നിങ്ങൾ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 20,000 അടക്കില്ലേ, അത് തിരിച്ചൊക്കെ കയറും. എല്ലാ റൗണ്ടും അവസാനിച്ച ശേഷം തിരിച്ചു കയറും. ഇനി അത് മാത്രമല്ല, ഫ്രീ എക്സിറ്റ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് പോവണ്ട, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് നടത്താം. അത് മാത്രമല്ല, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തു എന്ന് കരുതിക്കോ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും അവിടെയും ഫ്രീ എക്സിറ്റ് ഉണ്ട്. അതായത് റൗണ്ട് 2ന്റെ ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുൻപ്, രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആ കോളേജിൽ നിന്ന് വരെ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് നടത്താം. ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടും. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇനി ജോയിൻ ചെയ്താലും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുക, വേണ്ടായിരുന്നു, എനിക്ക് കോഴ്സ് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ കിട്ടി, കേരളയുടെ വേറെ എന്തെങ്കിലും അലോട്ട്മെന്റ് കിട്ടി, ആ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരെ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് നടത്താം. എപ്പോൾ വരെ? റൗണ്ട് 2ന്റെ ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുൻപ് വരെ മക്കൾക്ക് അവിടെ നിന്നും ഫ്രീ എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഒട്ടും റിസ്ക് ഇല്ല. റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു 1000 രൂപയും 20,000 രൂപയും നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ, അതേപോലെ യൂണിയൻ ടെറിട്ടറീസിലും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഓരോ അലോട്ട്മെന്റുകളും. കേരള അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഈ അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് ഓരോ വേറെ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. ഗവൺമെന്റ് സീറ്റുകളിൽ പഠിക്കാൻ കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. നിങ്ങൾക്ക് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒക്കെ പഠിക്കാൻ സാധിക്കും. യെസ്, അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറ്റുന്നത്ര മാക്സിമം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.